ടഷിക്കാണെങ്കിൽ ഇപ്പൊ സ്മോക്കർ പറഞ്ഞ കാര്യം ഓർമ്മ വരും. നീ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. സോ ഇവരെ രക്ഷിക്കേണ്ടത് അതെന്റെ കടമയാണെന്ന് പറഞ്ഞ് അവളിപ്പോ സോൾജേഴ്സിനോട് രക്ഷപ്പെടാനായിട്ട് പറയും. ഞാൻ ഈ ഗ്യാസ് അതെങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞ് ആ ഗ്യാസിലേക്ക് തന്നെ നോക്കും. അപ്പൊ ആ ഗ്യാസിൽ പെട്ട് ഓരോരുത്തരായിട്ട് ഫ്രീസ് ആവാനായിട്ട് തുടങ്ങും. പരസ്പരം രക്ഷിക്കാൻ ശ്രമിക്കും. അതിനിടയിൽ ആ ഗ്യാസിൽ പെട്ടുപോയി അവരും ഫ്രീസ് ആവും. ഇവിടെ ആ ഗേറ്റ് ആണെങ്കിൽ 80% ക്ലോസ് ആയി കഴിഞ്ഞു. കമോൺ കമോൺ വേഗം വായോ എന്ന് പറഞ്ഞ് ഗേറ്റ് കടന്നു പോയവരൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവരെ വിളിക്കും. ഇവിടെ ബ്രൗൺ ബിയേർഡ് അവൻ എടുത്തു ചാടി ആ ഡോറിലൂടെ അപ്പുറം കടക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇനിയും G5 സോൾജേഴ്സ് രക്ഷപ്പെടാൻ ബാക്കിയുണ്ട്. അവരുടെ കൂടെ തന്നെ ആ ടഷിക്കയും. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കുറച്ച് G5 സോൾജേഴ്സ് അവളുടെ കൈ പിടിച്ച് ഇപ്പൊ അകത്തേക്ക് വലിക്കുക. അവരാണെങ്കിൽ ടഷിക്കയെ തൂക്കിയെടുത്ത് അപ്പുറ വശത്തേക്ക് എറിയും. അവര് കറക്റ്റ് ആയിട്ട് ടഷിക്കയെ ക്യാച്ച് ചെയ്യും. ഡോർ ക്ലോസ് ആവാൻ ഇനി ഒരു അല്പം കൂടെ ഗ്യാപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അവള് ബഹളം വെക്കും, പ്ലീസ് എന്നെ വിട്. ഓപ്പോസിറ്റ് സൈഡ് ഇനിയും നമ്മുടെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ സോൾജേഴ്സ് ആണെങ്കിൽ അവളെ വിടില്ല. അടുത്ത സെക്കൻഡ് ആ ഡോർ ക്ലോസ് ആവും. അവരെല്ലാവരും ആ പോയ്ക്കകത്ത് മുങ്ങിപ്പോയി ഫ്രീസ് ആയിട്ട് നിൽക്കും. അവര് മരിച്ചു ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോഴും തന്റെ ക്യാപ്റ്റനായിട്ടുള്ള ടഷിക്കയെ രക്ഷിച്ച ചാരിതാർത്ഥ്യത്തില് അവര് വമ്മ പോസൊക്കെ ഇട്ടിട്ടായിരിക്കും അവിടെ നിൽക്കുക. ടഷിക്കയാണെങ്കിൽ നിലവിളിച്ച് കരയും.